ലാൽ സലാം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കളെയും, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾ, മറ്റു അഡ്മിൻ പാനൽ സഖാക്കൾ, നമ്മുടെ ഭരണസമിതി സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, രക്ഷാധികാരി, മറ്റു അഡ്മിൻ സഖാക്കൾ എല്ലാവർക്കും, എൻ്റെ സഹോദര സഖാക്കളായ ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിപ്ലവ അഭിവാദ്യങ്ങൾ. നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന ഒളിയമ്പുകൾക്കും അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങൾക്കും എതിരെ ശക്തമായ നാവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു യുവ പോരാളി ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതായിരിക്കാം വസ്തുത. പ്രത്യേകിച്ച് എനിക്ക് അതിനെക്കുറിച്ച് വിശദമായ ഒരു വിവരമൊന്നും അറിയില്ല. എങ്കിലും അബു അരീക്കോട് എന്ന് പറയുന്ന വിപ്ലവ പോരാളി, ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകൾക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ എന്നും ഒരു പേടി സ്വപ്നമായിരുന്ന അബു അരീക്കോട് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പതികർ അഥവാ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച പ്രവർത്തനങ്ങളെ ഓർമ്മിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഈ ദിവസം തന്നെ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പുതിയ യുഗത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ശബ്ദം ആയുധമാക്കി മാറ്റിക്കൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന ഒരു വിപ്ലവകാരിയാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്ക് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് മൗനമാചരിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഈ പ്രത്യയശാസ്ത്രത്തെയും പ്രസ്ഥാനത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ചെങ്കൊടി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിനും ചെങ്കൊടി താഴാതെ പിടിക്കുന്നതിനും സഖാവ് അബു അരീക്കോടിനെ പോലുള്ള മാർഗദർശിനികളുടെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ എന്ന് പ്രിയപ്പെട്ട സഖാക്കളെ അറിയിക്കാൻ ഞാൻ ഈ വേള ആഗ്രഹിക്കാൻ. പ്രിയപ്പെട്ട സഖാക്കളെ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പരിചയപ്പെടുന്ന ക്ലാസ്സിൽ ഞാൻ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും ആദ്യകാല നേതാക്കളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പേരാണ് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ. നമുക്കറിയാം, ഒരു കാലത്ത് ബംഗാളിൽ പ്രസ്ഥാനത്തിൻ്റെ നാഡിനരമ്പുകളായിരുന്ന മുസഫർ അഹമ്മദ്, അതുപോലെ തന്നെ ബങ്കിം മുഖർജി, അബ്ദുൽ ഹാലിം, സരോജ് മുഖർജി തുടങ്ങിയവരെ പോലെ തന്നെ വളരെയേറെ പ്രശസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് മുഹമ്മദ് ഇസ്മായിൽ. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി, പിന്നെ അതുപോലെ പേരുകേട്ട പാർലമെന്റ് അംഗം എന്നിങ്ങനെയുള്ള നിലകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ച ധീരനായ ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു സഖാവ് മുഹമ്മദ് ഇസ്മായിൽ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മുഹമ്മദ് ഇസ്മായിൽ ജനിച്ചത് ബംഗാളിലായിരുന്നില്ല.
അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു. അതായത് നമ്മൾ UP എന്ന് പറയുന്ന ഉത്തർപ്രദേശിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അവിടുത്തെ ഒരു സാധാരണ നെയ്ത്ത് കുടുംബത്തിൽ ആയിരുന്നു സഖാവ് ജനിച്ചത്. നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ സഖാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം ജനിച്ച തീയതി, മാസം, വർഷം ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിക്കാറുണ്ട്. എന്നാൽ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ജനിച്ച തീയതി എവിടെയും രേഖപ്പെടുത്തിയതായിട്ട് നമ്മുടെ ഈ അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ, അദ്ദേഹം ജനിച്ചത് എന്നാണെന്നും എപ്പോഴാണെന്നും പറയാൻ നമുക്ക് പരിമിതികളുണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട് എന്ന് സഖാക്കളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഡാറ്റകളിൽ 1910 അദ്ദേഹം ജനിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് കഴിയുന്നത്. അതിനാൽ നമുക്ക് അദ്ദേഹം ജനിച്ച വർഷം മാത്രം പറഞ്ഞ് പോകാമെന്ന് കരുതുകയാണ്. അദ്ദേഹം ജനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളിലായിരുന്നില്ല, UPയിലെ ഉന്നോവ ജില്ലയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ, അതായത് കാൺപൂരിലെ ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. സഖാവിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ലോകം വിട്ട് ഇഹലോകവാസ വെടിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യം മുഴുവനും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം കഴിച്ചുകൂട്ടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിന് 11 വയസ്സായപ്പോൾ ജ്യേഷ്ഠനോടൊപ്പം കൽക്കത്തയിലെത്തുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷം സഖാവ് മുഹമ്മദ് ഇസ്മായിലിന് കൽക്കത്തയിൽ നിന്നും ഒരു മടക്കമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം ഒരു ബംഗാളിയായി, കൽക്കത്തക്കാരനായിട്ടാണ് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ജീവിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കും. 11 വയസ്സ് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു യഥാർത്ഥ കൽക്കത്തക്കാരനായിട്ടാണ് ജീവിച്ചത്. അതിനിടയിൽ, ഈ ജീവിതകാലത്തിനിടയിൽ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി പലതരം ജോലികളും ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അതിൻ്റെ തുടക്കം അദ്ദേഹം കൽക്കത്തയിലെ ഒരു മോട്ടോർ വർക്ക്ഷോപ്പിൽ അപ്രന്റീസായി ജോലിക്ക് കയറി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാമല്ലോ, ഈ അപ്രന്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് കൂലിയൊന്നും കൊടുക്കാറില്ല, കൂലി കിട്ടാറില്ല. അവർക്ക് ലഭിക്കുന്നത് എന്താണ്? ജോലി ചെയ്യാനുള്ള ഒരു പ്രാക്ടീസും, അല്ലെങ്കിൽ ജോലിയിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരവും, സമയത്തിന് ഭക്ഷണം ലഭിക്കും. ഇതായിരുന്നു അപ്രന്റീസുകളുടെ എല്ലാ മേഖലയിലും. ഇപ്പോഴും അപ്രന്റീസ് ആയി വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഭക്ഷണം ലഭിക്കും, താമസിക്കാനുള്ള ഇടവും ലഭിക്കും. എന്നാൽ ഈ ഏറെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ നിന്നും വന്ന ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മതിയാകുമായിരുന്നു. തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം തൻ്റെ ജ്യേഷ്ഠനോടെ പോലെ തന്നെ തനിക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിയ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ഇടവേളകളിൽ തെരുവുകൾ തോറും നടന്ന് സിഗരറ്റ് വിറ്റ് ഉപജീവനത്തിനുള്ള വരുമാനം കണ്ടെത്തിയാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട സഖാക്കളെ, ദാരിദ്ര്യമായ ഒരു ജീവിതം, ചെറുപ്പത്തിലെ പിതാവിൻ്റെ വേർപാട്, അതിനെല്ലാം ഉപരി നാട് വിട്ടുള്ള ജീവിതം. അതിനാൽ ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല
എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അദ്ദേഹത്തിനുള്ളിലുള്ള ഒരു വിപ്ലവകാരി, അത് വിദ്യാഭ്യാസപരമായിട്ടാകട്ടെ, നമ്മുടെ എന്താ പറയുക, ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വിപ്ലവം, അത്തരത്തിൽ അദ്ദേഹം വർക്ക്ഷോപ്പിൽ നിന്നും വീട്ടിൽ വന്നാൽ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ അദ്ദേഹം അക്ഷരങ്ങൾ പഠിക്കുമായിരുന്നു. അതുവഴി ക്രമേണ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ബംഗാളിയിൽ എഴുതുവാനും വായിക്കാനും ഒക്കെ പഠിച്ചെടുത്തു. അതുവഴി ഒരു പുതിയ ലോകം തന്നെ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് തുറന്നു കിട്ടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവും അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവും ഒക്കെ ഒന്നിച്ച് മുന്നേറിയ കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതാണ്. അത് യുവാക്കളിലേക്ക് ആ പ്രസ്ഥാനം വലിയ രീതിയിൽ ആകർഷകരായി മുന്നോട്ട് പോകുന്ന ഒരു കാലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലനായ മുഹമ്മദ് ഇസ്മായിലിനെയും ഖിലാഫത്ത് പ്രസ്ഥാനം വലിയ രീതിയിൽ ആകർഷിക്കുകയുണ്ടായി. അതിനാൽ അതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 1928 ആദ്യമായിട്ട് അദ്ദേഹം അതിന്റെ ഫലമായിട്ട് ജയിലിൽ പോവുകയും ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാം. പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടയ്ക്കിടെ അറസ്റ്റിലാവുകയും ജയിലിൽ പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷം വിശേഷിച്ചും 1930 വരെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ ബംഗാൾ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റിയിലുമൊക്കെ അദ്ദേഹം അംഗമായിരുന്നു. ചില മുസ്ലിം ദേശീയ നേതാക്കളോടൊപ്പം ചേർന്ന് കൽക്കത്തയിലെ മുസ്ലിങ്ങളെ വൻതോതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്തുന്നതിലും സഖാവ് മുഹമ്മദ് ഇസ്മായിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹം സഖാവ് മുഹമ്മദ് ഹാലിമുമായി ബന്ധപ്പെടുന്നത്. അബ്ദുൽ ഹാലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ചരിത്രത്തിന്റെ ഭാഗമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പതികരിൽ പ്രധാനപ്പെട്ട ഒരു നേതാവെന്ന് മുസഫർ അഹമ്മദ് തന്നെ രേഖപ്പെടുത്തിയതാണ് സഖാവ് അബ്ദുൽ ഹാലിമിനെ കുറിച്ച് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1929 ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുവാൻ വേണ്ടി 1929 ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കാൻ അങ്ങനെ അദ്ദേഹം ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. മുഖ്യമായും കൽക്കത്ത പോലുള്ള മേഖലകളിൽ ട്രാംപേ തൊഴിലാളികളാണ് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രാംപേ തൊഴിലാളികൾക്കിടയിലാണ് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് 1933 ട്രാംപേ തൊഴിലാളികളുടെ ഒരു വൻപിച്ച പണിമുടക്ക് അവിടെ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനി സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോഴേക്കും സഖാവ് ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ വളരെ പ്രശസ്തനായി തീർന്നിരുന്നു. അതിനാൽ 1934 ഒരു പ്രധാന സംഭവം തന്നെ നടക്കുകയുണ്ടായി. കൽക്കത്ത ട്രാംപേ തൊഴിലാളികളുടെ ഒരു യോഗം കൽക്കത്തയിലെ ഒരു മൈതാനിൽ വെച്ച് നടക്കുകയായിരുന്നു. ആ യോഗത്തിലേക്ക് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മൂക്കറ്റം മദ്യപിച്ച് അല്ലെങ്കിൽ മൂക്കറ്റം കുടിച്ച് യോഗസ്ഥലത്തേക്ക് വരികയുണ്ടായി. അയാൾ ആ യോഗസ്ഥലത്ത് വരിക മാത്രമല്ല, അയാൾ ആ തൊഴിലാളികളെ അയാൾക്ക് വായിൽ തോന്നിയ തെറികളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു.
അതിനാൽ തൊഴിലാളികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. കാരണം അവിടെ കിങ്കരന്മാരായ പോലീസുകാരും ഉണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ തൊഴിലാളികളെ വിളിച്ച തെറിവിളികളൊക്കെ നന്നായി ആ പോലീസുകാർ ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കിയാളന്മാരായി ശിങ്കിടിമാരായി നിൽക്കുന്ന പോലീസുകാർ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് വന്ന് തൊഴിലാളികളെ വിളിച്ച തെറികളൊക്കെ നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആരെങ്കിലും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ലെന്ന് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പോലീസിന്റെ പിന്തുണ കൂടിയുള്ളത് കൊണ്ട് തന്നെ ആ തൊഴിലാളികൾക്ക് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും ചെയ്യാൻ ചെറിയ ഭയം ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാവുന്ന രീതിയിലേക്ക് അയാളുടെ അഴിഞ്ഞാട്ടം വലിയ രീതിയിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ അയാൾക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം അയാളുടെ പേക്കൂത്തുകളെല്ലാം നോക്കി നിന്ന സഖാവ് മുഹമ്മദ് ഇസ്മയിൽ പെട്ടെന്ന് തന്നെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ നേരെ കുതിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ പിറകിലേക്ക് ഒരു തള്ളു വെച്ചു കൊടുത്തു. അതുവരെ ഉള്ളിൽ രോഷമുണ്ടായിരുന്നെങ്കിലും സംയമനം പാലിച്ചിരുന്ന തൊഴിലാളികൾ പിന്നെ ഒട്ടും അടങ്ങി നിന്നില്ല. തൊഴിലാളികളെല്ലാം തന്നെ ആ സഖാവ് മുഹമ്മദ് ഇസ്മയിലിന്റെ ഒരു നേതൃത്വത്തിൽ എന്ന് പറഞ്ഞതുപോലെ അയാളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിനാൽ സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടുന്ന് മെല്ലെ തന്റെ തടിയെടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ പെട്ടെന്നുള്ള തൊഴിലാളികളുടെ ഇടപെടലിൽ ഭ്രമിച്ചു നിന്നുപോയ പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ സ്തംഭിച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ. കാരണം തൊഴിലാളികളുടെ രോഷം അത്രമേൽ അണപൊട്ടിയിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ തൊഴിലാളികൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രോക്ഷമെല്ലാം അടങ്ങി. എന്നാൽ നമ്മുടെ ധീരനായ സഖാവ് മുഹമ്മദ് ഇസ്മയിൽ അവിടെ അടങ്ങിയിരുന്നില്ല. കാരണം തൊഴിലാളികളിൽ വീണ്ടും രോക്ഷം ഉയർന്നാൽ, തൊഴിലാളികൾ ഇളകിക്കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നത് അന്നും ഇന്നും നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരുന്നു. അത്തരത്തിലൊരു ധീരനായ സഖാവാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സഖാവ് മുഹമ്മദ് ഇസ്മയിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഉദ്യോഗസ്ഥ സംഘം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ തൻ്റെ കൂട്ടാളികളെയും കൂട്ടി അവിടെ എത്തി. ഈ പ്രാവശ്യം അവർ സർവസന്നാഹങ്ങളുമായിട്ടാണ് വന്നത്. അവരുടെ കൂടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ശിങ്കിടികളായ പോലീസുകാരും എത്തി. അപ്പോ ആ ഉദ്യോഗസ്ഥൻ അവരെ തെറി വിളിച്ചതും അതിന്റെ ഭാഗമായുള്ള അക്രമങ്ങളൊന്നും രേഖാമൂലം രേഖപ്പെടുത്താൻ കഴിയാത്തതിന്റെ ഭാഗമായി അവിടെ അവർ ചെയ്തത് കെട്ടിച്ചമച്ച കള്ളക്കേസിന് മേൽ സഖാവ് മുഹമ്മദ് ഇസ്മയിലിനെ അറസ്റ്റ് ചെയ്ത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അരയിൽ ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ട് നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവർ കോടതിയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യകാലങ്ങളിൽ അപ്രന്റീസായി വർക്ക് ചെയ്തിരുന്ന ആ വർക്ക്ഷോപ്പിന് മുന്നിലൂടെയാണ് അദ്ദേഹത്തിന്റെ അരയിൽ കയറുകൊണ്ട് കെട്ടി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയത് എന്നത് നിങ്ങൾ ഓർക്കണം. ആ സമയത്തും അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയായിരുന്നു എന്നതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട. അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ നിലപാടും
അന്നത്തെ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ നിലപാടും തമ്മിലുള്ള ഒരു ഒരു സാമ്യത അല്ലെങ്കിൽ ഒരു താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നും കോൺഗ്രസ് കാര്യം നേടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇന്നത്തെ കോൺഗ്രസും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. അവർ ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ആരെയും ബലിയാടാക്കുന്ന ഒരു പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ, അതിന് കോൺഗ്രസിന്റെ ഒരു ജനുസ് എന്ന് പറയുന്നത് തന്നെ അതാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തെ പോലീസ് കയറുകൊണ്ട് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന സമയത്തും അദ്ദേഹം കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു അപമാനമുണ്ടായിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിന്ന കോൺഗ്രസിലുള്ള വിശ്വാസം അതോടുകൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. നമുക്കറിയാമല്ലോ, എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുപോയിരുന്ന ഒരു നിലപാട്, എവിടെയാണ് തങ്ങളുടെ നിലനിൽപ്പ് അവിടെ നിൽക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ്, ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ, കോൺഗ്രസ് എടുക്കാറുള്ളത് എന്നതിൻ്റെ ഒരു ഉത്തരമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ BLOമാർ വന്നിട്ട് SIR രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഈ SIR എന്ന് പറയുന്ന സംവിധാനം നടത്താൻ BLOമാർ വരുമ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കണം എന്ന് ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയോ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തരുത് എന്ന് അവരുടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസോ പറയുന്നില്ല. അപ്പോ ഇപ്പൊ ആസാമും അതുപോലെ തന്നെ മറ്റേതൊരു സംസ്ഥാനവും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ SIR അഥവാ ഇലക്ഷന്റെ ഒരു പുതിയ പ്രവർത്തന മേഖല, അതിന്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാനത് പറയേണ്ട സാഹചര്യം, കോൺഗ്രസ് എപ്പോഴും രണ്ട് തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാറുള്ളത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഈ യുഗത്തിൽ, പുതിയ യുഗത്തിൽ, 21ാം നൂറ്റാണ്ടിൽ മാത്രമല്ല 19ാം നൂറ്റാണ്ടിലും അതിനു മുൻപും കോൺഗ്രസ് എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ തങ്ങളുടെ നിലനിൽപ്പ് എവിടെയാണോ അവിടെ നിൽക്കുന്ന രീതിയാണ് അവർ ഉയർത്തിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഇവിടെ ഈ ബോർഡിന്റെ ലിസ്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിൽ അതൊന്ന് ഉപയോഗിച്ചത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യ വർത്തമാന കാലഘട്ടത്തിലും അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ടാണ് അത് ഞാനിവിടെ കോട്ട് ചെയ്ത് സംസാരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വലിയൊരു പുകിലായിരുന്നു ശബരിമല പ്രവേശനം. ആ ശബരിമല പ്രവേശന രീതിയിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണപാളി പ്രശ്നമായാലും എല്ലാത്തിലും ഞങ്ങളും നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് RSSനോടും മറ്റു വർഗീയ രാഷ്ട്രീയ കക്ഷികളോടൊപ്പം ചേർന്ന് നടത്തുന്ന പൊറാട്ട് നാടകങ്ങൾ നമ്മൾ കാണുകയാണല്ലോ. അതിനാൽ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ വിശദമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ തങ്ങളുടെ നേട്ടം എവിടെയാണോ അവിടേക്ക് ചായുന്ന നിലപാട് ഇന്ന് മാത്രമല്ല എല്ലാ കാലവും അങ്ങനെ തന്നെയാണ് എന്നതായിരുന്നു അവരുടെ രീതി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതിനാൽ ആ കാലഘട്ടം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ വളരെ വ്യക്തമായി തിരിച്ചറിയണം. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് പരസ്യമായി വെൽഫെയർ പാർട്ടിയോടും SDPIയോടും കൂട്ടുകൂടണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രഹസ്യമായി വേണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല. ഇവിടെ നമ്മളൊരു മതേതര പാർട്ടിയാണ്, അല്ലെങ്കിൽ മതേതരത്വ ജനാധിപത്യ മുന്നണിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവർക്ക് ഇപ്പോൾ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾ നിൽക്കുന്ന കാലിനടിയിൽ പോലും മണ്ണില്ല, ഉറച്ചു കാല് വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവർ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നാമ്പുറത്തൊട്ടിയും മുന്നാമ്പുറത്തൊട്ടിയും കയറി പിന്തുണ ആവശ്യപ്പെടുകയും പരസ്യമായും രഹസ്യമായും അവർ കൂട്ടുകൂടാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ സന്ദർഭവും സാഹചര്യങ്ങളും മാറ്റമാണെങ്കിലും ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ പിൻവലിക്കാനും യുവാക്കളിലൊക്കെ വലിയ രീതിയിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധവും രോഷവും ഉണ്ടാക്കാനും ഒക്കെ കാരണം അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ തന്നെയാണ്
അങ്ങനെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ രീതിയിൽ വേര് പിടിച്ചത് മുന്നോട്ട് വന്നതും എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ സമയമായപ്പോഴേക്കും സഖാവ് മുഹമ്മദ് ഇസ്മയിലിനും കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം അതിൽ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിലാണ് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനത്തിനെതിരെ ഗാന്ധിജി നിയമപ്രസ്ഥാനം നിർത്തി വെച്ചത്. അത് അതിനൊരു പ്രധാന കാരണമായിരുന്നു. ആ കാരണങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അത് ആ കാരണങ്ങളുമായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷയമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളതിന് ഉപരി നമ്മളോട് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ യുവാക്കളിലും പ്രവർത്തകരിലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും കോൺഗ്രസിനോടുള്ള താല്പര്യം മാറുകയും അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ വളരുന്നതിൽ അവരുടെ ഇത്തരത്തിലുള്ള നിസ്സഹകരണ നിലപാടുകളാണ് നമുക്ക് പ്രയോജനമായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താ പറയാ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട്, കാരണം അവസരവാദ നിലപാടിന് വേണ്ടി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പോലും നിർത്തിവെച്ച ഈ ഘട്ടത്തിൽ ജനങ്ങളെ സംയോജിപ്പിക്കാനും ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ പറയാനും നമുക്കൊരു പ്രസ്ഥാനം വേണം എന്നുള്ള നിലയിലേക്ക് സമൂഹം വളർന്നതിനാൽ അദ്ദേഹം അബ്ദുൽ ഹലീമുമായി മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായുള്ള പരിചയം, സോഷ്യലിസ്റ്റ് സാഹിത്യം വായിച്ചതിലുള്ള പ്രചോദനവും ഒക്കെ ചേർന്ന് സഖാവ് മുഹമ്മദ് ഇസ്മയിലിൽ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ താല്പരനായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തെ 1935 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്ന നിലയിൽ കൊണ്ട് ചെന്നെത്തിച്ചു എന്നതാണ് വാസ്തവം. അതുവരെ കൃത്യമായി കോൺഗ്രസിനോടൊപ്പം നമുക്കറിയാം, നമ്മുടെ പല നേതാക്കന്മാരും ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിൽ പ്രവർത്തിച്ചവരാണ്. എന്നാൽ ഈ മുഹമ്മദ് ഇസ്മയിൽ കൃത്യമായി കോൺഗ്രസിൽ തന്നെ ഉറച്ചു പ്രവർത്തിച്ചവരായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് ദ്രോഹകരമായ നിലപാടുകൾ സ്വീകരിക്കുകയും അന്നത്തെ മേലാളന്മാർക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്നവരായി മാറുകയും ചെയ്തു. അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കേണ്ടത് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ, ഒരു സോഷ്യലിസ്റ്റുകാരൻ എന്ന രീതിയിൽ തൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം 1935 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചത്, അദ്ദേഹം അതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ട്രേഡ് യൂണിയൻ രംഗമായിരുന്നു. ആ ട്രേഡ് യൂണിയൻ രംഗത്ത് തുടരാനാണ് പാർട്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ട്രാംപേ തൊഴിലാളികളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റു തൊഴിലാളികളും ഉണ്ട് എങ്കിലും ട്രാംപേ തൊഴിലാളികളായിരുന്നു അവിടെ കൂടുതലായിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ട്രാംപേ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വിഭാഗം തൊഴിലാളികൾ കൂടി ഉണ്ട് അവിടെ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത്തരം തൊഴിലാളികളെ കൂടി സംഘടിപ്പിക്കാനും അദ്ദേഹം തൻ്റെ പരമാവധി ശ്രമം ഉപയോഗിച്ചിരുന്നു എന്നത് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. അത്തരം ഒരു തൊഴിലാളിയായിരുന്നു ബീഡി തൊഴിലാളികൾ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കേരളത്തിലടക്കം വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പ്രായോഗിക വിദ്യാഭ്യാസം നൽകുകയും അതുപോലെ തന്നെ അക്ഷരത്തെക്കുറിച്ചും അക്ഷരം എന്ന ആയുധത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം തൊഴിലാളികളാണ് ബീഡി തൊഴിലാളികൾ. അവരെ പലതരത്തിലും ആ കാലഘട്ടത്തിൽ പോലീസും മറ്റുള്ളവരുമൊക്കെ വലിയ രീതിയിൽ പീഡിപ്പിക്കുമായിരുന്നു. ചൂഷണത്തിൽ നിന്ന് എന്ന പോലെ പീഡനത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ആ ബീഡി തൊഴിലാളികൾ ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചൂഷണത്തിനോടൊപ്പമുള്ള പീഡനത്തിൽ നിന്നുള്ള മോചനവും കൂടി അവർ ആഗ്രഹിച്ചിരുന്നു. അവർക്കതായിരുന്നു വേണ്ടിയിരുന്നത്. അതിനാൽ അവർക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനം നേടിക്കൊടുക്കുന്നതിൽ സഖാവ് മുഹമ്മദ് ഇസ്മയിൽ വളരെ വലിയ പങ്ക് വഹിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
ട്രാംപെ തൊഴിലാളികൾ ഭൂരിപക്ഷവും ഹിന്ദുക്കളും, എന്നാൽ ബീഡി തൊഴിലാളികളാകട്ടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളുമായിരുന്നു എന്ന് ഈ രണ്ട് വിഭാഗങ്ങളെയും വർഗീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ നിന്നും അവരെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും, അവിടെ രണ്ട് വിഭാഗമായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. ക്രൈസ്തവരെ കുറിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചപ്പോൾ അങ്ങനെ തന്നെ അവർക്കിടയിൽ വർഗീയ വികാരം തന്നെ ഇല്ലാതായി. ഞാൻ ഹിന്ദുവാണ്, നീ മുസ്ലിമാണ് എന്നുള്ള ധാരണ തന്നെ അവർക്കില്ലാതായി. അവിടെ തൊഴിലാളികൾക്കിടയിൽ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്തുന്നതിൽ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ സുപ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി എന്നും നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി കാണാൻ കഴിയും. ആദ്യകാലങ്ങളിൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ എല്ലാ കാലങ്ങളിലും അവരെങ്ങനെയാണ് ഇന്ത്യയിൽ അവരുടെ കൊളോണിയലിസം നടപ്പാക്കിയത്, കോളനിവൽക്കരണം നടപ്പാക്കിയത്. അവരെ നമുക്കറിയാം 1921 സിനിമയിലും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ, മലബാർ കലാപം, അങ്ങനെ ഒത്തിരി കലാപങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവരവിടെ ഉണ്ടാക്കിയിരുന്നത് എന്താണ്? ഹിന്ദു മുസ്ലിം വിഭാഗീയതയായിരുന്നു. ആ വിഭാഗീയതയിലൂടെയാണ് അവർ തങ്ങളുടെ നേട്ടം കൊയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ എല്ലാ കാലങ്ങളിലും ജനങ്ങളെ ഭിന്നിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കിടയിലും വർഗീയ വികാരമുണ്ടാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെതിരെ കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തിരുന്നില്ല എന്നതല്ലേ വാസ്തവം. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ചാരന്മാരായി പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു കോൺഗ്രസ്. ഇവിടെ വടകരക്കടുത്ത് വരെ ഈ ബ്രിട്ടീഷുകാരുടെ അഴിഞ്ഞാട്ടത്തിന് നേതൃത്വം കൊടുത്ത് സഖാക്കളെ ഒഞ്ചിയത്തും അതുപോലെ തന്നെ പല മേഖലകളിലും നമ്മുടെ മുല്ലപ്പള്ളിയുടെ അച്ഛനെ തന്നെ വിളിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരൻ എന്നാണ്. അട്ടംപരിധി ഗോപാലൻ എന്ന് മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരസ്യമായി ജനങ്ങൾ വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ഓരോ സഖാക്കളും തങ്ങളുടെ ആയുധമില്ലായ്മയും അതുപോലെ തന്നെ തങ്ങളുടെ ശക്തി കുറവും കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും എന്നാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസരത്തിൽ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഒളിവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഓരോ വീടിൻ്റെയും അട്ടത്ത് കയറി ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ സർ CP-യുടെ ചോറ്റുപട്ടാളക്കാർക്കും ഈ കമ്മ്യൂണിസ്റ്റ് പോരാളികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ പേരിലാണ് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ അച്ഛന് അട്ടംപരിധി ഗോപാലൻ എന്ന് പേര് വന്നത്. അപ്പൊ അത്തരത്തിൽ എല്ലാ കാലങ്ങളിലും ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, സഖാക്കൾക്ക് മുഷിപ്പുണ്ടാകരുത്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥതയുടെ താല്പര്യമാണ്. നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ കഥ എടുത്തറിയാം. ഇന്ദിരാഗാന്ധിയുടെ 2 മക്കളിൽ ഒരാൾ BJP-യിലാണ്, ഒരാൾ കോൺഗ്രസിലാണ്. ആ മക്കളുടെ മക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ആന്റണിയുടെ മകൻ BJP-യിലാണ്, ആന്റണി കോൺഗ്രസിലാണ്. ഇങ്ങനെ നിരവധി നമ്മളെ സച്ചിൻ പൈലറ്റിന്റെ, രാജേഷ് പൈലറ്റ്, ഇങ്ങനെ എല്ലാവരും കോൺഗ്രസിന്റെ തുടക്കം മുതൽ ഈ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന MP പാർലമെന്റിൽ BJP ഇത്രയേറെ ശക്തിയായതിൽ കോൺഗ്രസിന്റെ നിർണായക പങ്ക്, അതുപോലെ തന്നെ ബാബറി മസ്ജിദുമായുള്ള സംഭവങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് കോൺഗ്രസിന്റെ ഒരു രൂപം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ അന്ന് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നിലപാട് പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ അവർ തയ്യാറായിരുന്നില്ല. അതിന്റെ ഫലമായിട്ടായിരുന്നു AICC യോഗത്തിൽ നിന്നും രാമസ്വാമി നായ്ക്കറും അതുപോലെ തന്നെ ശിങ്കാരവേല ചെട്ടിയാരും ഒക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ടായിരുന്നു അവരൊക്കെ അന്ന് ഇറങ്ങിപ്പോയിരുന്നത്. അതുപോലെ തന്നെ നാടുവാഴി ഭൂപ്രഭുക്കളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് നിലനിന്നിട്ടുണ്ട്. അത് ഇപ്പോഴും അവർ തുടരുന്നു. ചില സന്ദർഭങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മാറ്റമുണ്ടെന്ന് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്കറിയാവുന്ന വസ്തുതയാണത്. അതുപോലെ തന്നെയാണ് 1937 നടന്ന ചണമിൽ തൊഴിലാളികളുടെ സമരങ്ങൾ ഒരു ഐതിഹാസികമായ പണിമുടക്ക് നടത്തി. അതിനെ നേരിടുന്നതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളി നേതാക്കളുമായി ബന്ധപ്പെടുന്നത് തടയാൻ പോലീസ് വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ കാണണം. നേതാക്കളെ എവിടെ കണ്ടാലും ഉടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും അവിടെ സംജാതമാവുകയുണ്ടായി. സ്വാഭാവികമായി മുഹമ്മദ് ഇസ്മായിലിനെ പോലുള്ള ഒരു വിപ്ലവകാരിയെ
പിന്നെ മുൻനിര പ്രവർത്തകൻ, തൊഴിലാളി നേതാക്കന്മാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു നമ്മൾ പാവങ്ങളുടെ പടത്തലവൻ AKG സഖാക്കളുടെ സഖാവ് കൃഷ്ണപിള്ള എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇസ്മായിലിനെ എവിടെ കണ്ടാലും ഉടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമാവുകയുണ്ടായി. സ്വാഭാവികമായും മുഹമ്മദ് ഇസ്മായിലിനെ കണ്ടാൽ പോലീസ് വെറുതെ വിടുകയില്ല എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും പോലീസുകാർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുഹമ്മദ് ഇസ്മായിലിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഓർഡറുള്ള സാഹചര്യത്തിൽ മുഹമ്മദ് ഇസ്മായിലിനെ വെറുതെ വിടുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ധീരനായ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ എങ്ങനെയും തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ കണ്ടേ തീരുമെന്ന് തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം ഒരു ദിവസം വേഷം മാറിക്കൊണ്ട് ചണമ്മിൽ പ്രദേശത്തേക്ക് വരികയുണ്ടായി. പകൽ സമയം മുഴുവൻ തൊഴിലാളികളുടെ ചാളകളിൽ ഒളിച്ചിരിക്കുകയും രാത്രി സമയങ്ങളിൽ ആ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും എന്നിട്ട് പണിമുടക്ക് തുടരാൻ തൊഴിലാളികളെ ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ, നിതാന്തമായ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം അവിടെ ഒരു രാത്രിയിൽ 50 പേരോടൊപ്പം സഖാവ് മുഹമ്മദ് ഇസ്മായിലിനെ അറസ്റ്റ് ചെയ്തു. അത് അവിടെ ഒരു രഹസ്യയോഗം നടന്നുകൊണ്ടിരിക്കെ ഒരു ഒറ്റുകാരൻ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെ അതിന്റെ ഫലമായിട്ട് മുഹമ്മദ് ഇസ്മായിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് യുദ്ധത്തിനെതിരെ തൊഴിലാളികളെ അണിനിരത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശക്തമായ രീതിയിലായിരുന്നു ആഞ്ഞടിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ രാജ്യത്ത് വ്യാപകമായി അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ സഖാവ് മുഹമ്മദ് ഇസ്മായിലും പെട്ടിരുന്നു. അത്തരത്തിലുള്ള അന്നത്തെ അറസ്റ്റിൽ 2 വർഷമാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നത്. 1942 ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലുള്ള നിരോധനം പിൻവലിച്ചതിനെ തുടർന്നാണ് സഖാവ് ജയിൽ മോചിതനാകാൻ സാധിച്ചത്. എന്നാൽ 2 വർഷം ജയിലിൽ കഴിഞ്ഞ് 1942 ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലുള്ള നിയന്ത്രണം പിൻവലിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ജയിൽ മോചിതനാവാൻ സാധിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ വലിയ രീതിയിലൊരു മാറ്റം, അല്ലെങ്കിൽ ലോകത്തിലാകെയും, അതായത് ഇന്ത്യയിലും എങ്ങും ഫാസിസത്തിനെതിരെ വൻപിച്ച ഒരു ജനകീയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ജാപ്പ് ഫാസിസത്തിന്റെ ഭാഗമായി ജപ്പാൻ കൽക്കത്തയുടെ അടുത്ത് വരെ എത്തിയിരുന്നു. ആ ജാപ്പ് ഫാസിസത്തിനെതിരെ ട്രാംപെ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഇതര വിഭാഗം തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ തന്നെ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് ബോംബ് വീണ് തകർന്ന സ്ഥലങ്ങളിലൊക്കെ, അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനം നിലനിർത്തുന്ന പ്രവർത്തനത്തിൽ സഹകരിച്ച് അത് കൊണ്ടാണ് ഏറ്റവും വലിയ യുദ്ധകാല നേതാവ് എന്ന് സഖാവ് സോമനാഥ് ലാഹിരി തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ആ ജാഫ് ഫാസിസം നമുക്കറിയാം, ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമുക്കറിയാം അവർ ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് വേണ്ടി വന്നിരുന്നു. ബംഗാളിന്റെ അടുത്ത് വരെ അവരെത്തിയിരുന്നു. ആ സമയത്ത് അവർക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള യുദ്ധതന്ത്രത്തിന്റെ പ്രവർത്തനം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അതിന്റെ ഫലമായിട്ടാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന സോമനാഥ് ലാഹിരി അദ്ദേഹത്തെ ഏറ്റവും വലിയ യുദ്ധകാല നേതാവെന്ന് വിശേഷിപ്പിച്ചത്. ഈ സോമനാഥ് ലാഹിരിയെ കുറിച്ചും നമുക്ക് ഒരു ക്ലാസ്സിൽ സംസാരിക്കാം. മുഹമ്മദ് ഹലീമിനെ കുറിച്ചും സോമനാഥ് ലാഹിരിയെ കുറിച്ചുമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാവുന്നത് കൊണ്ടാണ് ഇവരെക്കുറിച്ച് ഞാൻ വിശദമായ രീതിയിലേക്ക് പോകാതെ മുഹമ്മദ് ഇസ്മായിലിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോമനാഥ് ലാഹിരിയെ
ഏതാനും അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെക്കുറിച്ചും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ 1943 ബംഗാളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു വലിയ ക്ഷാമം പിടിപെട്ടിരുന്നു. അന്ന് ജാനകി അമ്മാളിനെ പോലുള്ളവരൊക്കെ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ മുഹമ്മദ് ഇസ്മായിലും അത്തരം പ്രവർത്തനങ്ങൾ എന്താ പറയുക, ബംഗാളിൽ വലിയ രീതിയിലുള്ള ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ് നടത്തിയത്. ആ പ്രവർത്തനത്തിലും സഖാവ് മുഹമ്മദ് ഇസ്മായിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലഘട്ടത്തിൽ ബംഗാളിനെ സഹായിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെ, അതുപോലെ തന്നെ ബോംബെയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ചെറിയ രൂപം പറഞ്ഞതുമാണ്. അന്ന് ബംഗാളിലെ നേതാക്കന്മാർ വലിയ രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ 1945 കൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് പാർട്ടിക്ക് അവിടെ ആരെ കാൻഡിഡേറ്റ് ആക്കണം അല്ലെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെ കുറിച്ച് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. തൊഴിലാളി മണ്ഡലത്തിൽ നിന്നും സഖാവ് മുഹമ്മദ് ഇസ്മായിലിനെ നിർത്തി അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് മുഹമ്മദ് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ അദ്ദേഹം അന്ന് 1945 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തന്നെ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി എന്നും നമ്മൾ തിരിച്ചറിയണം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ പണിമുടക്ക് പരമ്പരകൾ തന്നെ നമ്മുടെ രാജ്യത്താകമാനം വലിയ രീതിയിൽ ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി വസ്തുതയാണ്. യുദ്ധകാലത്ത് വെട്ടിക്കുറച്ച വേതനവും മറ്റ് ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക എന്നത് പണിമുടക്കുകൾക്ക് പ്രധാന കാരണമായി. ഗവൺമെന്റും തൊഴിലുടമകളുമൊക്കെ നടത്തിയ അക്രമങ്ങൾക്കെതിരെ ആദ്യം തന്നെ പ്രത്യാക്രമണം നടത്തിയത് ഏറ്റവും ഉശിരന്മാരായ ട്രാംവേ തൊഴിലാളികളായിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയണം. ആ ട്രാംവേ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ ശക്തമായ നേതൃത്വത്തിൽ നിന്നിരുന്നത് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ തന്നെയായിരുന്നു. അതിന്റെ ഫലമായിട്ട് അടിസ്ഥാന ശമ്പളങ്ങളിൽ അന്നത്തെ 2 രൂപ മുതൽ 5 രൂപ വരെ വർധനവ് നേടിയെടുക്കാൻ അന്ന് അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ബോണസ്, ശമ്പളത്തോടുകൂടി അവധി എന്നീ ആവശ്യങ്ങളും ഗവൺമെന്റിനെയും തൊഴിലുടമകളെയും കൊണ്ട് അംഗീകരിപ്പിക്കാനും അവർക്ക് സാധിച്ചു. ഈ ട്രാംവേ തൊഴിലാളികളെ സമരത്തിലേക്കും അതുവഴി വിജയത്തിലേക്കും നയിച്ചത് സഖാവ് മുഹമ്മദ് ഇസ്മായിലായിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് സഖാവ് സോമനാഥ് ലാഹിരി തന്നെ 1946 എഴുതിയത്, പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കെ തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൽക്കത്തയിലെ ഇടത്തരക്കാരെ അദ്ദേഹം അണിനിരത്തി. അതുപോലെ തന്നെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹം കോളേജുകളിലേക്ക് പോയിട്ട് അവരോട് പ്രസംഗിക്കുന്നതിന് മുഹമ്മദ് ഇസ്മായിൽ സമയം കണ്ടെത്തി. പണിമുടക്കിന് വിദ്യാർത്ഥികളോട് പിന്തുണ അഭ്യർത്ഥിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് ആ കാലഘട്ടത്തിൽ കോളേജിൽ പോകുന്നത് തന്നെ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് ട്രാംവേ തൊഴിലാളികളെ സമരത്തെ വിജയിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം എടുത്ത ത്യാഗത്തെക്കുറിച്ച് സോമനാഥ് ലാഹിരി എഴുതിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോമനാഥ് ലാഹിരിയെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സഖാക്കളുടെ ജീവിതമാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും. പണ്ട് ഏതൊരു കവി പാടിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ കൊണ്ട വെയിലാണ് എൻ്റെ തണൽ എന്ന് പറഞ്ഞതുപോലെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അനുഭവിച്ച ത്യാഗമാണ് ഇന്ന് നമ്മുടെ സൗകര്യങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകരുത് എന്ന് ഈ അവസരത്തിൽ സാന്ദർഭികമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് സോമനാഥ് ലാഹിരി കൂടി കുറിച്ച് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പഠനം നമുക്ക് ആവശ്യമുണ്ട് എന്ന് കൂടി സാന്ദർഭികമായി ഞാൻ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അത്തരം സമരങ്ങൾ വിജയിപ്പിക്കുന്നതിൽ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ കാണിക്കുന്ന വല്ലാതൊരു പ്രവർത്തനം, അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ടും നേതാക്കന്മാർക്ക് ആകെ ഒരു മാതൃകയുമാണെന്ന കാര്യത്തിൽ
യാതൊരുവിധ സംശയവുമില്ലെന്ന് തന്നെ പറയാം. 1948 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് കൽക്കത്തയിൽ വെച്ചാണല്ലോ നടന്നത്. അങ്ങനെ കൽക്കത്തയിൽ വെച്ച് നടന്നത് കൊണ്ട് തന്നെ ആ കോൺഗ്രസ് സഖാവ് മുഹമ്മദ് ഇസ്മായിലിനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. തുടർന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്ന ബംഗാൾ പ്രവിശ്യ കമ്മിറ്റിയിലും അദ്ദേഹം ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ നടന്ന ബംഗാൾ പ്രവിശ്യ കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെട്ട കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടും സഖാവ് മുഹമ്മദ് ഇസ്മായിൽ തന്നെയാണ് വന്നത്. പാർട്ടിക്കകത്ത് പരിഷ്കരണവാദം തലപൊക്കിയപ്പോൾ അതിനെതിരെ സമരങ്ങളിൽ പങ്കെടുത്ത് സജീവമായി തന്നെ സഖാവ് മുന്നിലായിരുന്നു എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ റിവഷലിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന CPM ആണ് ശരി എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബംഗാളിൽ CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി മാറി സഖാവ് മുഹമ്മദ് ഇസ്മായിൽ. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ 7ാം കോൺഗ്രസിന് മുന്നോടിയായി നടന്ന സംസ്ഥാന സമ്മേളനം അദ്ദേഹത്തെ ബംഗാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കുകയുണ്ടായി. നമുക്കറിയാം, ആദ്യത്തെ തൊഴിലാളി സംഘടന AITC, ആ AITC രൂപം കൊണ്ട് 15 വർഷമായപ്പോൾ അതിൻ്റെ പ്രവർത്തക സമിതി അംഗമായും സഖാവ് മുഹമ്മദ് ഇസ്മായിൽ മാറുകയുണ്ടായി. അതുപോലെ തന്നെ അതോടൊപ്പം 1957 മുതൽ 1970 വരെ അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ച സഖാവ്. അങ്ങനെയിരിക്കെ 1970 നമ്മുടെ CPM-ന്റെ തൊഴിലാളി സംഘടനയായ CIT രൂപം കൊണ്ടത്. ആ CIT രൂപം കൊണ്ടത് മുതൽ സഖാവ് മുഹമ്മദ് ഇസ്മായിൽ മരിക്കുന്നത് വരെ അതിൻ്റെ വൈസ് പ്രസിഡന്റും പശ്ചിമ ബംഗാൾ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായിട്ടും പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. സഖാവ് മുഹമ്മദ് ഇസ്മായിൽ അതിനോടൊപ്പം ഒട്ടേറെ യൂണിയനുകളുടെ ഭാരവാഹിത്വം ആ സഖാവ് വഹിച്ചിരുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ട്രാംബേ വർക്കേഴ്സ് യൂണിയൻ, പിന്നീട് ട്രാംബേ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റ് യൂണിയൻ പ്രസിഡന്റ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെയും അതോടൊപ്പം ഫ്രൂട്ട്സ് ആൻഡ് ആൻഡ്ലസ് യൂണിയന്റെയും പ്രസിഡന്റ്, ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് യൂണിയൻ വൈസ് പ്രസിഡന്റ്, ബസ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നിവ അവയിൽ ചിലത് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റെയിൽവേ തൊഴിലാളികളുടെയും ചണമിൽ തൊഴിലാളികളുടെയും തുറമുഖ തൊഴിലാളികളുടെയും സംഘടിപ്പിക്കുന്ന സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ സജീവമായി ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം. മരിക്കുന്നതുവരെ ആ രീതിയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. എന്ന് മാത്രമല്ല, 22,000 തൊഴിലാളികൾ ഉൾപ്പെട്ട തുറമുഖ തൊഴിലാളി പണിമുടക്കിന് 1947 മുതൽ നേതൃത്വം നൽകിയത് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എന്നും നമ്മൾ കാണണം. അതുപോലെ തന്നെ 1945 കോർപ്പറേഷൻ തൊഴിലാളികൾക്കും പണിമുടക്കിനെ നയിച്ചവരിൽ ഒരാളും സഖാവ് മുഹമ്മദ് ഇസ്മായിൽ തന്നെയായിരുന്നു. അങ്ങനെ മരണം വരെ, തൻ്റെ ജീവിത അവസാനം വരെ ഉത്തർപ്രദേശിൽ ജനിച്ച് ബംഗാളിൽ ജീവിച്ച് ബംഗാളിയായിട്ട് തന്നെ മരണം വരെ ഒരു ശരിയായ ബംഗാളിയായിട്ട് എഴുതാനും വായിക്കാനും ചെറുപ്പകാലത്തൊട്ട് വലിയ ദാരിദ്ര്യമുണ്ടായിട്ടും അവയൊക്കെ സ്വന്തം അധ്വാനം കൊണ്ട് മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ആധിപത്യത്തിൽ ഒരാളായിട്ട് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ മാറിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആദ്യകാല നേതാക്കന്മാരൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ. അതിനിടയിൽ അദ്ദേഹം പാർലമെന്റിലും എത്തിയിരുന്നു. 1967 ബാരക്പൂർ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 3 തവണ പാർലമെന്റ് അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച പാർലമെന്ററി എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നും ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മളിൽ പലർക്കും, നമ്മളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സഖാക്കളിലല്ല, നമ്മുടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളിൽ വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്,
നിങ്ങൾ ഇത്ര കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ എൻ്റെ ഏറ്റവും എളിയ ഒരു സഖാവ് എന്ന രീതിയിലുള്ള പ്രവർത്തനം 31ാമത്തെ വർഷം പോവുകയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 31 കൊല്ലം പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു നിരാശയുണ്ട്, ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനം ലഭിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഉയർത്തപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ലഭിക്കും? ഒരു MLA ആകുക, ഒരു MP ആകുക, മിനിമം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, പഞ്ചായത്ത് മെമ്പറാകുക, വാർഡ് മെമ്പറാകുക, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കൂടി ഉള്ളവർ കഴിവതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന നമ്മുടെ EMS നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം തന്റെ സ്വത്തുക്കളെല്ലാം തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് അദ്ദേഹം വാടക വീട്ടിലാണ് അവസാനം മരിച്ചത് എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അഴീക്കോടൻ രാഘവൻ, ഇങ്ങനെ നിരവധി സഖാക്കൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിൽ നമ്മളൊന്നും സഹിച്ചിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമുക്ക് നേടിയതാണ്, നമ്മൾക്ക് കിട്ടിയതെല്ലാം ലാഭമായിരുന്നു, നമുക്ക് നഷ്ടപ്പെടുത്താനൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലായ്മയിൽ നിന്നും നഷ്ടപ്പെടലുകളിൽ നിന്നും നേട്ടത്തിന്റെ കഥകളിലേക്കാണ് നമ്മൾ ആലോചിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് പാർട്ടി കെട്ടിപ്പടുക്കുന്ന തിരക്കിനിടയിൽ തൻ്റെ കുടുംബജീവിതം, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ കുടുംബജീവിതം പോലും അദ്ദേഹം മറന്നുപോയിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കുടുംബം തൻ്റെ പ്രസ്ഥാനമായിരുന്നു. അങ്ങനെ ആ പ്രസ്ഥാനത്തിന് പാർട്ടി കെട്ടിപ്പടുക്കുന്ന തിരക്കിൽ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. അവിവാഹിതനായിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് മരിക്കുന്നത് വരെ. 1990 നവംബർ 14 മുഹമ്മദ് ഇസ്മായിൽ എന്ന വിപ്ലവകാരി നമ്മോട് വിട പറഞ്ഞത്. തൻ്റെ ചെറുപ്പം മുതൽ ജീവിത അവസാനം വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഏവർക്കും മാതൃക കാണിച്ചു തന്ന മഹാനായ നേതാവാണ് സഖാവ് മുഹമ്മദ് ഇസ്മായിൽ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഖാക്കളെ. കാരണം മുഹമ്മദ് ഇസ്മായിൽ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, മേരാ ജിന്ദഗി മേരാ മെസ്സേജ് എന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ മാതൃക എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് ഇസ്മായിൽ തൻ്റെ ജീവിതമാണ് താൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ നമ്മളൊരു പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്നും ഇവിടെ സാന്ദർഭികമായി ഞാൻ പറയാനാകും. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള നിരവധി നേതാക്കന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. മാനവരാശിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായ ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. സഖാവ് രാജൻ, എന്താ അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേര് കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ അദ്ദേഹം ഇന്നലെ കൃത്യമായി ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇവിടെ ആ ഒക്ടോബർ വിപ്ലവത്തിന്റെ ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ കേട്ടത് വീണ്ടും ഒരു ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിന്റെ സാധ്യത തെളിയിച്ച് തികച്ചും നൂതനമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ വേണ്ടിയിട്ടാണ് എല്ലാ കാലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും നമ്മുടെ രാജ്യത്തെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ വിഭാഗവും ജാതി മത വർണ്ണ വ്യത്യാസങ്ങളെ ഇല്ലാതെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ ഇന്നും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് CPIM അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നമുക്കറിയാമല്ലോ. മറ്റ് പ്രധാന വർഗീയ പ്രസ്ഥാനങ്ങളെ ചൂടുപിടിച്ചുകൊണ്ട്
ആരെ പ്രീണിപ്പിച്ചാലാണ് തങ്ങൾക്ക് ഭരണം ലഭിക്കുക എന്ന് നോക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് വന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിലും വിശേഷിച്ച് നമ്മുടെ കേരളത്തിലും നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ പ്രധാനം ജനങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്രമായ വർഗീയ പ്രവർത്തനങ്ങളുമായി എന്താ പറയുക പോകുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങളാണ് മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് നടത്തുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളാണ് മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ, ഞങ്ങളാണ് മതേതര പ്രസ്ഥാനമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും പ്രത്യാശയോടെ സമീപിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് CPIM ആണെന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നതാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം നമുക്ക് ഇന്ന് വരെ എന്തിനു വേണ്ടിയായിരുന്നു, നമ്മൾ ഇന്ന് വരെ എന്തിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ഓരോരോ സഖാക്കളുടെയും പ്രവർത്തനം. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലായാലും കേരളത്തിലായാലും എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തെയാണ്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഓട്ടോറിക്ഷയിൽ മാത്രം കയറി സഞ്ചരിക്കാൻ കഴിയുന്ന പ്രവർത്തകരുള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു. അവരുടെ എന്താ പറയുക കുടില പ്രവർത്തനങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഇടപെടലും കൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമാണ് ശക്തമായി നിലകൊള്ളുന്നത്. അപ്പോൾ കൂടുതൽ നമ്മളെ തകർക്കാൻ അവർക്ക് എളുപ്പമുണ്ട് എന്നാണ് അവർ തിരിച്ചറിയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവർ വരുമ്പോൾ നമുക്ക് ജനങ്ങളുടെ മുൻപിൽ ജനങ്ങളാണ് നിരത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, എന്താ പറയുക, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും പ്രത്യാശയോടെ സമീപിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് CPIM ആണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അതായിരിക്കണം നമ്മൾ ഓരോ സഖാക്കളുടെയും പ്രവർത്തനം. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലും കേരളത്തിലെല്ലാം നമ്മളെ തകർക്കുക എന്നാണ് അവർ ശ്രമിക്കുന്നത്. ഈ പ്രസ്ഥാനത്തെയാണ് ഇവരെല്ലാം പ്രതിരോധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മേഖല മാധ്യമങ്ങളാണ്. ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാന മാധ്യമങ്ങളായ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം തന്നെ അവരുടെ കസ്റ്റഡിയിലാണ്. ഇവിടെ നമ്മളെപ്പോലുള്ള ഈ ചെറിയ സംഘടനകൾ, എന്താ പറയുക, ഈ നവമാധ്യമങ്ങൾ, അതിലൂടെയും നമുക്ക് നേരിട്ട് ജനങ്ങളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ രൂപം, യഥാർത്ഥ ആശയം എന്താണെന്ന് നമുക്ക് സമൂഹത്തോടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹകളെ, ഞാൻ ഒരുപാട് പറഞ്ഞ് കാട് കയറുകയോ അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയൊരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ എന്നും അറിയില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ മനസ്സിലുള്ളതെല്ലാം നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ്. നമ്മുടെ പ്രസ്ഥാനം അത് നമ്മളില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനം നിലനിന്നാൽ വരും തലമുറയ്ക്ക് അതൊരു മാർഗദർശനമായി, ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച കേരളത്തെ മാനവരുടെ ഒരു സങ്കേതമെന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇതിനെല്ലാം അത്തരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ വരുന്നവരെല്ലാം പ്രതിരോധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മാധ്യമങ്ങളില്ല, മറ്റ് ദൃശ്യമാധ്യമങ്ങളില്ല. കൈരളിയുണ്ട്, ദേശാഭിമാനിയുണ്ട് എന്നല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നമ്മളാണ് മാധ്യമങ്ങൾ. നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളാണ്. നമ്മൾ ഈ 174 പേര് മാത്രമല്ല, നമ്മൾ ഈ വോയിസ് കേൾക്കുന്നവരും കേൾക്കാത്തവരുമായ ഒത്തിരി ആളുകൾക്കും അവരോടെല്ലാം നമുക്ക് പറയാൻ കഴിയേണ്ടത്, ഇടതുപക്ഷ പ്രസ്ഥാനം CPIM ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവുണ്ടാകണം എന്നുകൂടിയാണ് പറയാനുള്ളത്. കേരളത്തിൽ ശക്തമായ പേരിലുള്ള CPIM-നെ തകർക്കുമെന്നും ഉള്ള വ്യാമോഹവുമായിട്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നവമാധ്യമങ്ങളിലൂടെ നമ്മളെ സ്വയം മാധ്യമമാക്കിക്കൊണ്ട് ജനങ്ങളെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാൻ ചരിത്രം നമ്മൾ ഓരോരുത്തരും ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്ക് ശക്തമായി തന്നെ പ്രവർത്തിക്കാം. അതായിരിക്കണം നമ്മുടെ പ്രവർത്തന ശൈലി എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടേത് സ്വയം നിർമ്മിതമായ ആശയങ്ങളല്ല, മറിച്ച് മഹത്തായ ആശയത്തിൻ്റെ കൃത്യമായ രീതിയിൽ പാർട്ടി എന്തു പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ, ഒരു പാർട്ടിക്ക് മേൽ നേതാവാകലല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് എല്ലാം. ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട്
പിന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി നമ്മോട് പറയുന്ന അല്ലെങ്കിൽ പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്ന പാർട്ടി നേതാക്കന്മാർ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹാക്കളെ, എല്ലാ അപവാദ പ്രചാരണങ്ങളെയും തള്ളി നീക്കിക്കൊണ്ട് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹാക്കളെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ അബു അരീക്കോടിനെ പോലുള്ള വിപ്ലവകാരികൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല, എങ്കിലും അവരുടെ നഷ്ടം നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ഇസ്മായിൽ പോലുള്ള വിപ്ലവകാരികളുടെ നഷ്ടവും നമുക്ക് ഒരിക്കലും മായ്ച്ചു കളയാനോ അത് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കാനോ കഴിയുന്ന ഒരു നഷ്ടമല്ല. അത്തരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി മരിച്ച മുഴുവൻ രക്തസാക്ഷികളെയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയ മുഴുവൻ മുൻകാല നേതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ശ്രമിച്ച എനിക്ക് പ്രോത്സാഹനമായി മുന്നോട്ട് വന്ന മുഴുവൻ സഖാക്കൾക്കും ഇടനെഞ്ചിൽ നിന്നും ചേർത്ത് വിപ്ലവ അഭിവാദികൾ നേരുന്നു. ഈ പരിപാടി എനിക്ക് നടത്താൻ പൂർണ്ണ സഹകരണവും എൻ്റെ പരിപാടിക്ക് പൂർണ്ണ പ്രചരണവും നൽകി നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കാൻ മുന്നോട്ട് വന്ന അഡ്മിൻ പാനലിനും അതിന് സാഹചര്യം ഒരുക്കി തന്ന ഭരണസമിതിക്കും ഇത് കേട്ട മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വിപ്ലവ അഭിവാദികൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഷഫീഖ് ഇബ്രാഹിം, കതിരൂർ CH നഗർ. ലാൽസലാം സഖാക്കളെ, വിപ്ലവം വിജയിക്കട്ടെ.